നമസ്കാരം. പണത്തിനുമേലെ പരുന്തും പറക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ന്യൂസ് മലയാളത്തിന്റെ പരുന്ത് അത് പണത്തിനുമേലെയും സ്വർണത്തിനുമേലെയും പറന്നു നടക്കും. കാണുന്നതെല്ലാം ആരെയും പേടിക്കാതെ വിളിച്ചു പറയുകയും ചെയ്യും. ലക്ഷക്കണക്കിന് ഭക്തർ അനുഷ്ഠാനങ്ങളോടെ മലകയറിയെത്തുന്ന ശബരിമല സന്നിധാനത്ത് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചാണ് പരുന്തിന് ഇന്ന് പറയാനുള്ളത്. ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശിയതും വീണ്ടും പൂശിയതും, പീഠം കാണാതെ പോയതും, സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയതും ഒക്കെയാണല്ലോ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ശബരിമലയിൽ ഒരു മേൽശാന്തിയുടെ സഹായിയായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സ്പോൺസറായി മാറിയത്? അടിമുടി ദുരൂഹത നിറഞ്ഞ സ്വർണം പൂശൽ പോലെ നിരവധി സ്പോൺസർഷിപ്പ് പരിപാടികളാണ് ശബരിമല സന്നിധാനത്ത് നടമാടുന്നത്. ശബരിമല സന്നിധാനത്തെ പ്രധാന ദേവസ്വം ഉദ്യോഗസ്ഥരെ കാണേണ്ടതുപോലെ കണ്ടാൽ മാത്രമേ സ്പോൺസർഷിപ്പിന് അനുവാദം കിട്ടൂ. സ്പോൺസറുടെ സാമ്പത്തികാവസ്ഥയും പശ്ചാത്തലവും ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി പരിശോധനയ്ക്ക് ശേഷമാണ് സ്പോൺസർഷിപ്പ് നൽകേണ്ടത്. കൈമണി കിട്ടിയാൽ പരിശോധനകളെല്ലാം സ്വാഹ. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, എന്തിനും ഏതിനും വിഹിതം വാങ്ങിക്കൂട്ടുന്ന ഒരു കൂട്ടം തന്നെ സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പരുന്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ശബരിമല അയ്യപ്പന്റെ വാഹനമായ കുതിര തലയുയർത്തി നിൽക്കുന്ന സന്നിധാനത്തെ കൊടിമരം കണ്ടിട്ടില്ലേ? ആ കൊടിമരം സ്വർണം പൂശിയ കഥയാണ് പരുന്തിന് ഇനി പറയാനുള്ളത്. 2017 പുതിയ കൊടിമരം ശബരിമല സന്നിധാനത്ത് സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായത്. കേടുപാടുകൾ ഉണ്ടായിരുന്ന പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ പണം മുടക്കി നിർമ്മാണം ഏറ്റെടുക്കാൻ അയ്യപ്പ ഭക്തരായ നിരവധി വ്യവസായികളാണ് രംഗത്തെത്തിയത്. ആ മത്സരം പണം വാരാനുള്ള അവസരമാക്കി ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ മാറ്റി. 3 കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കിയ കൊടിമരം നിർമ്മിക്കാൻ അവസരം ലഭിക്കണമെങ്കിൽ കമ്മീഷൻ വേണമെന്നായി. വിശ്വാസം വരുന്നില്ലേ? വിശ്വാസികൾ വിശ്വാസത്തിനായി എന്തും ചെയ്യും. വിശ്വാസത്തെയും വിശ്വാസികളെയും ചൂഷണം ചെയ്യുന്നവർ അതിനുമപ്പുറം എന്തും ചെയ്യും. 10 ലക്ഷം രൂപ ഒരു വ്യവസായി ശബരിമലയിലെ പ്രധാനപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥന് ഓഫർ ചെയ്തു. അവരുടെ കുടുംബത്തിന്റെ വകയായി ശബരിമല സന്നിധാനത്തെ കൊടിമരം വഴിപാടായി സമർപ്പിക്കാനായിരുന്നു അത്. ഈ ഓഫർ വിവരം ഇതേ വഴിപാടിന് ശ്രമിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന് ഉദ്യോഗസ്ഥ പ്രമുഖൻ അപ്പോൾ തന്നെ കൈമാറി. അവർ 25 ലക്ഷം രൂപ നൽകാമെന്ന് അറിയിച്ചു. പിന്നെ ഉദ്യോഗസ്ഥ പ്രമുഖന് ശങ്കയൊന്നും ഉണ്ടായില്ല. പുള്ളി 25 ഉറപ്പിച്ചു. അച്ചൻകോവിൽ വനത്തിൽ നിന്നും ആചാരപ്രകാരം വെട്ടിയെടുത്ത തേക്ക് തടി പമ്പയിൽ കൊണ്ടുവന്ന് എണ്ണത്തോടിയിലിട്ട് കൊടിമരം തയ്യാറാക്കി. സ്വർണം കൂടി പൂശിയതോടെ മൊത്തം നിർമ്മാണ ചെലവ് 3.25 കോടി രൂപയായി. വഴിപാട് ഏറ്റെടുത്ത വ്യവസായ ഗ്രൂപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഭക്തി വ്യവസായം നടത്താൻ ശ്രമിച്ചില്ല. വഴിപാടിന് വരെ കമ്മീഷനും കൈക്കൂലിയും ചോദിച്ചു വാങ്ങുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പുകൾക്ക് കുടപിടിക്കുന്നത്. അതായത് പാത്രം തട്ടിപ്പിന് അന്വേഷണം നേരിട്ട ദേവസ്വം ഉദ്യോഗസ്ഥൻ തന്നെയാണ് കൊടിമരത്തിന് കമ്മീഷൻ ചോദിച്ചത്. ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും ഒരേ സമയം ഭരിച്ച ഒരു മുൻ മന്ത്രിയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഈ ഉദ്യോഗസ്ഥ പ്രമുഖൻ. ഓടരുതമ്മാവ, ആളറിയാം, പരുന്തിനെന്നേ പറയാനുള്ളൂ. ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞുവെച്ച സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഏതോ സമ്പന്നനായ ഭക്തന്റെ പക്കലുണ്ടാകുമെന്ന സംശയം പരുന്തിനുണ്ടേ. 42 കിലോ ഭാരമുണ്ടായിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ തിരികെ എത്തിയപ്പോൾ 38 കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 4 കിലോ കുറഞ്ഞു. അതെങ്ങനെ കുറഞ്ഞു? പരുന്ത് മണത്തറിഞ്ഞ ചില കാര്യങ്ങൾ പറയാം. കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികളല്ല തിരികെ സന്നിധാനത്ത് എത്തിയത്. അതേ മോൾഡിൽ നിർമ്മിച്ച പുതിയ പാളികളിലാണ് സ്വർണം പൂശിയത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അപ്പോ പഴയ പാളി എവിടെ? ആ അന്വേഷണത്തിലേക്ക് എത്തിയാൽ പകൽ പോലെ വ്യക്തമാകും കാര്യങ്ങൾ. ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച അണിയറ രഹസ്യങ്ങളിലേക്ക് ആകാശനോട്ടവുമായി പരുന്ത് വീണ്ടും എത്തും അടുത്ത എപ്പിസോഡിൽ.